അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. عن أنس بن مالك رضي الله عنه قال سمعت النبي صلى الله عليه وسلم يقول إن الله قال إذا ابتليت عبدي بحبيبتيه فصبر عوضته منهما الجنة. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സല്ലല്ലാഹു ഇപ്രകാരം പറയുന്നതായിട്ട് ഞാൻ കേട്ടു. എൻ്റെ അടിമയെ അവൻ്റെ പ്രിയപ്പെട്ട രണ്ട് കണ്ണുകളെ കൊണ്ട് ഞാൻ പരീക്ഷിച്ചാൽ, അഥവാ എൻ്റെ കാഴ്ച ഇല്ലാതാക്കിയാൽ, അവനതിൽ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ അവക്ക് പകരമായി ഞാൻ അവന് സ്വർഗം നൽകുന്നതാണ്. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെ കാണാം: ഇദാ അഖത്തു കരീമത്തൈ അബ്ദി ഫിദ്ദുനിയ ലം യകുൻ ലഹു ജസാഉൻ ഇൻദി ഇല്ലൽ ജന്ന. ദുനിയാവിൽ എൻ്റെ അടിമയുടെ ആദരണീയമായ രണ്ട് കണ്ണുകളെ നാം എടുക്കുകയാണെങ്കിൽ അതിന് പ്രതിഫലമായിട്ട് എൻ്റെ അടുത്ത് സ്വർഗമല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. എല്ലാ വർഷവും ഒക്ടോബർ 8 ലോക കാഴ്ചാ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ലോകത്ത് 100 കോടിയിലേറെ ജനങ്ങൾ കാഴ്ച വൈകല്യം നേരിടുന്നു എന്നാണ് കണക്ക്. ഈ രണ്ട് ഹദീസുകളിൽ കണ്ണുകൾ വിശേഷിപ്പിച്ചത് ഹബീബ, കരീമ എന്നീ വാക്കുകളിലാണ്. ഏറ്റവും പ്രിയപ്പെട്ടതും ആദരണീയമായതും എന്ന അർത്ഥത്തിൽ. ശരീരത്തിലെ മറ്റൊരു അവയവത്തെക്കുറിച്ചും ഇങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇതിൽ നിന്ന് തന്നെ ശരീരത്തിൽ കണ്ണുകളുടെ സ്ഥാനവും ശ്രേഷ്ഠതയും എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കണ്ണിനെക്കുറിച്ച് നടന്ന പഠന ഗവേഷണങ്ങളിൽ പറയുന്നത് ഒരു മനുഷ്യൻ ആർജിക്കുന്ന വിജ്ഞാനത്തിൽ 80% കണ്ണുകൾ വഴിയാണ് കരസ്ഥമാക്കുന്നത് എന്നാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവായ അവയവങ്ങളിലൊന്നാണ് കണ്ണ്. അന്തരീക്ഷ മലിനീകരണവും ഭക്ഷണ രീതിയും ജോലിയുടെ സ്വഭാവവുമെല്ലാം വലിയ അളവിൽ കണ്ണിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. ആരോഗ്യ വിദഗ്ധർ പറയുന്നത് വർഷത്തിലൊരിക്കൽ കണ്ണ് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ്. ഒരു ഐ സ്പെഷ്യലിസ്റ്റിന് നേത്ര പരിശോധനയിലൂടെ അതിൻ്റെ കണ്ണിൻ്റെ ഞരമ്പ് അഥവാ റെറ്റിന പൂർണ്ണമായും പരിശോധിച്ച് ഞരമ്പിൻ്റെ തകരാറുകൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. കണ്ണിൻ്റെ ആരോഗ്യവും മതിയായ കാഴ്ചശക്തിയും നിലനിർത്താൻ വിറ്റാമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങൾ വളരെ പ്രധാനമാണ്. ക്യാരറ്റ്, ഇലക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ നിത്യേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതുപോലെ ചെറുമത്സ്യങ്ങളും വളരെ ഉത്തമമാണ്. വേനൽക്കാലത്ത് സൂര്യരശ്മികളിൽ നിന്ന് കണ്ണിനെ സംരക്ഷിക്കാനായിട്ട് സൺഗ്ലാസ് ഉപയോഗിക്കണം. കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നവർ 20 മിനിറ്റ് ഇടവിട്ട് കണ്ണിന് വിശ്രമം നൽകണം. 20 സെക്കൻഡ് നേരം 20 അടി ദൂരത്തേക്ക് നോക്കുന്നത് കണ്ണിൻ്റെ മസിലുകൾക്ക് ശക്തി വർദ്ധിപ്പിക്കും. ഇടയ്ക്കിടെ കണ്ണ് ചിമ്മുന്നത് കണ്ണിൻ്റെ വരൾച്ച കുറക്കാൻ സഹായിക്കും. കൃത്യസമയത്തെ ഉറക്കവും കണ്ണിൻ്റെ ആരോഗ്യത്തിന് അനിവാര്യമാണ്. കണ്ണിലെ കൃഷ്ണമണി ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും കറക്കുന്നത് കണ്ണിൻ്റെ വ്യായാമത്തിൽപ്പെട്ടതാണ്. മങ്ങിയ വെളിച്ചത്തിലിരുന്ന് വായിക്കുകയോ TV, കമ്പ്യൂട്ടർ, മൊബൈൽ എന്നിവ ഉപയോഗിക്കുകയോ ചെയ്യാൻ പാടില്ല. പുറകു വശത്തു നിന്നും അടിക്കുന്ന നല്ല വെളിച്ചത്തെ ആയിരിക്കണം മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളിൽ പെട്ട ഈ കണ്ണ്, അതിൻ്റെ വില അറിയണമെങ്കിൽ അത് കണ്ണില്ലാത്തവർക്കേ അറിയൂ. സൂറത്തുൻ നഹൽ 78-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു: അല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅൻ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലക്കും തഷ്കുറൂൻ. മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്നും യാതൊന്നും അറിഞ്ഞുകൂടാത്തവരായി അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾക്ക് ചെവികൾ തന്നു, കണ്ണുകൾ തന്നു, ചിന്താശേഷിയുള്ള മനസ്സുകൾ തന്നു, നിങ്ങളവനോട് നന്ദിയോടെ വർത്തിക്കുവാൻ വേണ്ടി. പ്രാപഞ്ചിക സൃഷ്ടികളിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യങ്ങൾ മനസ്സിലാക്കി അവനിൽ അടിയുറച്ച് വിശ്വസിക്കുവാൻ അള്ളാഹു ആഹ്വാനം ചെയ്യുന്നുണ്ട്. സൂറത്ത് യൂനുസ്: ഖുൽ ഇൻദുറൂ മാദാ ഫിസ് സമാവാതി വൽ അർളി വമാ തുഗ്നിൽ ആയാതു വന്നദുറു അൻ ഖൗമിൻ ലാ യുഅ്മിനൂൻ. വാനലോകത്തും ഭൂലോകത്തും ഉള്ളവർക്കൊക്കെ കണ്ണു തുറന്ന് കാണുവാൻ, പക്ഷേ വിശ്വസിക്കാൻ തയ്യാറില്ലാത്ത ജനത്തിന് ദൃഷ്ടാന്തങ്ങളും മുന്നറിയിപ്പുകളും പ്രയോജനം ചെയ്യുന്നില്ല. സൂറത്ത് ദാരിയാത്ത്: വഫിൽ അർളി ആയാത്തുൻ ലിൽ മൂഖിനീൻ വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. ദൃഢവിശ്വാസമുള്ളവർക്ക് ഭൂമിയിൽ തന്നെ ധാരാളം ദൈവിക ദൃഷ്ടാന്തങ്ങളുണ്ട്. നിങ്ങളുടെ ശരീരത്തിലും അവ ധാരാളമുണ്ട്, നിങ്ങളത് നോക്കി കാണുന്നില്ലേ?
മനുഷ്യ ശരീരത്തെക്കുറിച്ച്, അതായത് ബയോളജി നന്നായിട്ട് പഠിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ അപാരമായ കഴിവിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ കഴിയും. സൂറത്തുൽ ബലദ് 8 മുതൽ 10 വരെയുള്ള ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അലം നജ്അൽ ലഹു ഐനൈനി വലിസാനും വശഫത്തൈനി വഹദൈനാഹു നജ്ദൈൻ. നാം അവന് 2 കണ്ണുകൾ ഉണ്ടാക്കി കൊടുത്തില്ലേ, ഒരു നാവും 2 ചുണ്ടുകളും, കൂടാതെ നന്മതിന്മകളുടേതായ 2 മാർഗങ്ങളും കാണിച്ചു കൊടുത്തില്ലേ. അഥവാ മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള ആ 2 കണ്ണുകൾ കൊണ്ട് നന്മയുടെ മാർഗമേത്, തിന്മയുടെ മാർഗമേത് എന്ന് അവൻ നോക്കി മനസ്സിലാക്കി അതിനനുസൃതമായിട്ട് വേണം ജീവിക്കാൻ. സന്തോഷവും ദുഃഖവുമൊക്കെ വരുമ്പോൾ കണ്ണുകൾ കണ്ണീർ പൊഴിക്കാറുണ്ട്. അതിലൂടെ കണ്ണിലെ മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുന്നു. അതേ കണ്ണുകൾ അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിച്ച് കണ്ണീർ പൊഴിക്കുകയാണെങ്കിൽ വിശ്വാസിക്ക് പരലോകത്ത് അതൊരു രക്ഷാ കവചമായി മാറുന്നു. സദനം പറഞ്ഞു, ലാ യലിജുന്നാറ റജുലുൻ ബക്കാമിൻ ഖശിയത്തില്ല. അള്ളാഹുവോടുള്ള ഭയഭക്തിയാൽ കരയുന്ന ഒരാളെയും നരകം സ്പർശിക്കുകയില്ല, അഥവാ നരശിക്ഷയ്ക്ക് വിധേയമാകേണ്ടി വരില്ല. കാരണം അള്ളാഹുവോടുള്ള ഭയഭക്തി ഒരാളെ നേർവഴിയിൽ നടക്കാൻ പ്രേരിപ്പിക്കുമല്ലോ. 7 കൂട്ടർക്ക് പരലോകത്ത് മഹ്ശറിൽ അള്ളാഹു തൻ്റെ അർശിൻ്റെ തണൽ വിരിച്ചു കൊടുക്കും. അതിലൊരു വിഭാഗം വറജുലൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത്ത് ഐന, ഏകാന്തനായി അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് കണ്ണീർ വാർത്തവനാണ്. കണ്ണുകളെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കനുസൃതമായിട്ട് മാത്രമേ കണ്ണുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്തെല്ലാം കാണാം, എന്തെല്ലാം കണ്ടുകൂടാ ഇത്യാദി കാര്യങ്ങളൊക്കെ അള്ളാഹു റസൂലും വളരെ വിശദമായിട്ട് നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ ഏകത്വവും അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ ശക്തിയും മഹാത്മ്യവും വിളിച്ചോതുന്ന പ്രകൃതിയിലേക്ക് നോക്കിക്കൊണ്ട് ദൈവത്തെ, അള്ളാഹുവിനെ കണ്ടെത്തുവാൻ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. സൂറത്തുൽ ഗാശിയ, അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വഇലൽ സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർദി കൈഫ സുത്തിഹത്. അള്ളാഹു അവർക്ക് നൽകിയ കണ്ണുകൾ കൊണ്ടവർ കാണുന്നില്ലേ, നോക്കുന്നില്ലേ? ഒട്ടകം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന്, ആകാശം എങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്ന്, പർവ്വതങ്ങൾ എങ്ങനെ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടതെന്ന്, ഗോളാകൃതിയിലുള്ള ഭൂമി അതെങ്ങനെയാണ് പരത്തപ്പെട്ടിരിക്കുന്നതെന്ന്. ഫലന്ദുരിൽ നിസാനും ഇമ്മ ഖുലിഖ്, മനുഷ്യൻ എന്തിൽ സൃഷ്ടിക്കപ്പെട്ടുവെന്നവൻ നോക്കട്ടെ. സൂറത്ത് അബസയിൽ പറയുന്നു, ഫലന്ദുരിൽ ഇൻസാനു ഇലാ തആമി, മനുഷ്യൻ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിലേക്കൊന്ന് നോക്കട്ടെ. അവയുടെ ഉൽപ്പാദനം, ശരീരത്തിനാവശ്യമായ അതിലെ മൂലകങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ അവൻ ചിന്തിക്കട്ടെ. പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ നോക്കിക്കാണാതെ, സൃഷ്ടാവിനെ തിരിച്ചറിയാതെ അന്ധനായി നടക്കുന്നവർ നാളെ പരലോകത്തും അന്ധനായി തന്നെ ഉയർത്തെഴുന്നേൽക്കപ്പെടുമെന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. വമൻ കാന ഫീ ഹാദിഹി അഅ്മ ഫഹുവ ഫിൽ ആഖിറത്തി അഅ്മ വഅദല്ലു സബീല, സൂറത്തുൽ ഇസ്രായിലാണ്. ദൈവിക ദൃഷ്ടാന്തങ്ങൾക്ക് നേരെ അതൊന്നും നോക്കിക്കാണാതെ അന്ധനാകുന്നവൻ പരലോകത്തിലും അന്ധനായിരിക്കും, വഴിപിഴച്ചവനായിരിക്കും. സൂറത്തുൽ ഹജ്ജ് 46-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, അഫലം യസീറു ഫിൽ അർളി ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ ഔ ആദാനുൻ യസ്മഊന ബിഹാ ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തീ ഫി സുദൂർ. ഇവർ ഭൂമിയിലൊന്നും സഞ്ചരിക്കുന്നില്ലേ, ഗ്രഹിക്കുന്ന മനസ്സുകളും കേൾക്കുന്ന കാതുകളുമില്ലേ ഇവർക്ക്? ഇവിടെ അന്ധമാകുന്നത് കണ്ണുകളല്ല, മറിച്ച് നെഞ്ചകങ്ങളിലുള്ള മനസ്സുകളാണ്. തങ്ങൾക്ക് നൽകപ്പെട്ട കണ്ണുകൾ ഉപയോഗിച്ച് സത്യം കാണാതെ, വേദം മനസ്സിലാക്കാതെ സത്യനിഷേധികളായി ജീവിച്ച നൂഹ് നബിയുടെ ജനതയെക്കുറിച്ച് പറയുന്നുണ്ട്, ഇന്നഹും കാനു ഖൗമൻ അമീൻ, തീർച്ചയായിട്ടും അവർ അന്ധരായ ഒരു ജനതയായിരുന്നു. അമ്മ സമൂദ് ഫഹദൈനാഹും ഫസ്തഹബുൽ അമ അലൽ ഹുദ. സമൂദ് ജനതയ്ക്ക് നാം സത്യത്തിൻ്റെ വഴി കാണിച്ചു കൊടുത്തു, പക്ഷേ അവർ സന്മാർഗത്തിന് പകരം അന്ധത തിരഞ്ഞെടുത്തു. അപ്പോൾ ഇങ്ങനെ കണ്ണ്, നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഈ കണ്ണ് അത് യഥാവിധി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് ഈ ആയത്തും ഹദീസും നമ്മോട് ബോധിപ്പിക്കുന്നത്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.